വാർത്തകൾ ആദ്യം പാലക്കാട് പട്ടാമ്പിയിലേക്കാണ് പോകുന്നത്. പട്ടാമ്പി നേർച്ചയ്ക്ക് കൊണ്ടുവന്ന ആനയുടെ ചവിട്ടേറ്റ് തമിഴ്നാട് സ്വദേശിക്ക് പരിക്കേറ്റിരിക്കുകയാണ്. 2 പശുക്കളെയും ഒരു ആടിനെയും ആന ചവിട്ടിക്കൊന്നു. ആനയുടെ ആക്രമണത്തിൽ വീടുകൾക്കും കടകൾക്കും കേടുപാട് സംഭവിച്ചു. നേർച്ചയ്ക്ക് കൊണ്ടുവന്ന ആന തിരികെ പോകുമ്പോൾ ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. ലോറി ഡ്രൈവർ ചായ കുടിക്കാൻ വണ്ടി നിർത്തിയ സമയത്തായിരുന്നു സംഭവം. പ്രദേശത്തെ വീടിനു പിറകിൽ നിൽക്കുന്ന ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നന്ദഗോപാലുണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദഗോപാൽ, ആന ഈ ലോറിക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു ഡ്രൈവർ ചായ കുടിക്കാൻ പോയ സമയത്ത് എന്നാണ് പറയുന്നത്. അതായത് ആനയെ ഈ ലോറിയുമായി ബന്ധിപ്പിക്കാതെ തന്നെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇപ്പോൾ ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ജിൽസി, ഇന്ന് പുലർച്ചയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. അതായത് ഈ പട്ടാമ്പി നേർച്ച കഴിഞ്ഞ് ഈ ആനയെ തിരികെ കൊണ്ടുപോവുകയായിരുന്നു. അപ്പോഴാണ് ഈ പാലക്കാട് നഗരത്തിനോട് സമീപത്തുള്ള തിരുനെല്ല എന്ന് പറയുന്ന പ്രദേശത്ത് വടക്കുമുറിക്ക് സമീപത്ത് വെച്ച് ലോറി നിർത്തി ഇങ്ങനെ ലോറിയിലെ ഡ്രൈവർ ചായ കുടിക്കാൻ ഇറങ്ങിയത്. ഈ സമയത്ത് ആന പാപ്പാന്മാർ ലോറിയിൽ ഉറങ്ങാൻ വേണ്ടി കയറിയിട്ടുമുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഉടനെ ഈ ആന ഈ ലോറിയിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു. ഇതിൽ വളരെയധികം ഒരു കൗതുകം അല്ലെങ്കിൽ വിചിത്രമായ ഒരു കാര്യം, ഈ ഒരു ആന ഇറങ്ങി ഓടിയിട്ടും കുറെ അധികം നേരം കഴിഞ്ഞിട്ടാണ് ആന എങ്ങോട്ടാണ് പോയത് എന്നുള്ളത് ഈ പാപ്പന്മാർക്ക് കണ്ടെത്താൻ സാധിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ ആന നിൽക്കുന്നത് അമ്പാട് എന്നൊരു പ്രദേശത്താണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ആശ്വാസകരമായ ഒരു കാര്യം, ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആനയ്ക്ക് ചെങ്ങല ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആന ഇപ്പോൾ ശാന്തനാണ്. ആന പാപ്പാന്മാരോട് സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും അറിയാൻ സാധിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങളും ഒപ്പം തന്നെ പാപ്പാന്മാരും എല്ലാം ആനയ്ക്ക് സമീപമുണ്ട്. ആനയുടെ കാലുകളിൽ ചെങ്ങലയും തളച്ചിട്ടുണ്ട്. ഏതായാലും വളരെയധികം ജനനിബിഡമായ ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ വീടുകളൊക്കെ തിങ്ങി നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഇവിടെയാണ് ഇങ്ങനെ ഈ പുലർച്ചെ ഈ ആന എത്തിയത്. മലപ്പുറം സ്വദേശിയുടെ അക്കരമേൽ ശേഖരൻ എന്ന് പറഞ്ഞ ആനയാണ് ഇങ്ങനെ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് പാപ്പാന്മാർ ഇവിടെ ഉണ്ടായിരുന്നില്ല. പുലർച്ചെ ഏതാണ്ട് 5:45 കൂടി ഈ പ്രദേശത്തുള്ളവർ പശുവിനെ കറക്കാൻ ഉൾപ്പെടെ ഈ ഒരു വീടിന് പരിസരത്തേക്ക് എത്തിയ സമയത്ത് ഈ പൊന്തക്കാടിനുള്ളിൽ നിന്നും ശബ്ദം കേൾക്കുകയായിരുന്നു. ആദ്യം ഇവർ കരുതിയത് ഇവിടെ ഈ കാട്ടുപന്നികളൊക്കെ എത്തുന്ന പ്രദേശമാണ്, അതിന്റെ ബഹളമായിരിക്കും എന്നുള്ളതാണ്. പിന്നീട് ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഇങ്ങനെ തങ്ങളുടെ വീടിന്റെ പുറകുവശത്തായി ഒരു ആന നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത്. ആ സമയത്ത് ഇവിടെ പാപ്പാന്മാരുണ്ടായിരുന്നില്ല എന്നുള്ളതും ഇവർ പറയുന്നു. പക്ഷേ ഉടൻ തന്നെ പാപ്പാന്മാർ, അതായത് നന്ദഗോപാൽ, ഒരു തമിഴ്നാട് സ്വദേശിക്ക് പരിക്കേറ്റു എന്ന് പറയുന്നു. അദ്ദേഹം അതിരാവിലെ പുറത്തിറങ്ങിയ ആളായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ജൽസി, ഈ ആന ഏതാണ്ട് 8 കിലോമീറ്റർ ദൂരം ഈ ഒരു പ്രദേശത്ത് നിന്നും ഇപ്പോൾ നിൽക്കുന്ന ഈ അമ്പാട് പ്രദേശത്തേക്ക് ഓടിയിട്ടുണ്ടോ. ഈ ഓടുന്ന സമയത്താണ് ആന ഇങ്ങനെയുള്ള പരാക്രമങ്ങൾ കാണിച്ചത് എന്നുള്ളതാണ് അറിയുന്നത്. ഇതിൽ ഈ ഒരു ആടിനെ മേയ്ക്കാൻ എത്തിയ ഒരു തമിഴ്നാട് സ്വദേശിക്കാണ് ആനയുടെ ചവിട്ടേറ്റതെന്നാണ് അറിയുന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം കൂടെ ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ പോലീസ് ഈ ഒരു പ്രദേശത്തെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്ന തിരക്കിലാണ്. അത് കഴിഞ്ഞതിനു ശേഷം ഔദ്യോഗികമായ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകാമെന്നാണ് പറയുന്നത്. പക്ഷേ ആന പ്രദേശത്തെ നിരവധി കടമുറികളും വീടുകളും തകർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ വളർത്തുമൃഗങ്ങളെ ചവിട്ടിക്കൊന്നു എന്നുള്ളതും അറിയുന്നുണ്ട്. അതെല്ലാം തന്നെ ഔദ്യോഗികമായി പോലീസിന്റെ ഭാഗത്തു നിന്നും വരും മണിക്കൂറുകളിൽ സ്ഥിരീകരണം ലഭിക്കും. ഏതായാലും ഇപ്പോൾ കാര്യങ്ങൾ സേഫാണ്. ആനയുടെ കാലിൽ ചങ്ങലയിട്ട് ബന്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജൽസി, തീർച്ചയായും അതാണ് ഇപ്പോൾ ആശ്വാസകരമായ ഒരു കാര്യം. ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ വളരെയധികം ജനത്തിരക്കേറിയ ഒരു പ്രദേശമാണ്. നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഇവിടെ ആന പരാക്രമം കാണിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആന വിരണ്ട് ഓടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് അത് പോകുമായിരുന്നു. പ്രത്യേകിച്ചും നിരവധി ആളുകളുള്ള പ്രദേശമാണ്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, പുലർച്ചെയാണ് ആന ഓടിയത്. അതും ഈ ഒരു കാര്യങ്ങളുടെ ഒരു ഗൗരവം കുറയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി. അല്ലെങ്കിൽ ആളുകൾ കുറവായിരുന്നു റോഡിൽ എന്നുള്ളതും ആശ്വാസകരമായി. അല്ലാത്ത പക്ഷം വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നു. ഏതായാലും ഇപ്പോൾ ആനയെ തളയ്ക്കാൻ സാധിച്ചത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇനി ആനയെ ഇവിടെ നിന്നും കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന്റെ നടപടികൾ എങ്ങനെയാണെന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. പ്രത്യേകിച്ചും ആനയെ ഇവിടെ നിന്നും തളച്ച ശേഷം ഈ തിരക്കേറിയ സ്ഥലത്തുകൂടെ വീടുകൾക്കിടയിലൂടെ വേണം നടത്തിച്ചു കൊണ്ടുപോയി ലോറിയിൽ കയറ്റേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങളും ഒപ്പം തന്നെ ആനപ്പാപ്പാന്മാരും ചിന്തിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നടപടികളാണ് നടക്കുന്നത്.
ശരി, നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകുന്നത്. പാലക്കാടാണ്. ഇങ്ങനെ ആന ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടി ഇപ്പോൾ നിലവിൽ ആശ്വാസകരമായ വാർത്ത ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വളർത്തുമൃഗങ്ങളെ ചവിട്ടിക്കൊല്ലുകയും ഒപ്പം ഒരു തമിഴ്നാട് സ്വദേശിക്ക് ആനയുടെ ചവിട്ടിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നേർച്ചയ്ക്കായി ലോറിയിൽ കൊണ്ടുപോയ ആന അത് കഴിഞ്ഞ് തിരികെ വരുമ്പോഴാണ് ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടിയത്. ഡ്രൈവർ ചായ കുടിക്കാൻ പോയ സമയത്താണ് ആന ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടി ഇത്രയും പരാക്രമങ്ങളൊക്കെ ഒപ്പിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഒരു ജനവാസ മേഖലയായതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. നാട്ടുകാരെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. എന്തായാലും പോലീസ് അടക്കം എത്തി പാപ്പാന്മാരുടെ ഒക്കെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ആന അതേ രീതിയിൽ തന്നെ വലിയ പരാക്രമണങ്ങളൊന്നും കാണിക്കാതെ ഇപ്പോൾ ആനയെ തളയ്ക്കാൻ സാധിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നന്ദഗോപാൽ നൽകുന്നത് പാലക്കാട് നിന്ന്.